ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ പോകുന്നത് അവിഞ്ഞോൺ ഫോർട്ടിനുള്ളതാണ്. അവിഞ്ഞോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടൗണാണ്. പണ്ട് ഇവിടെ യൂറോപ്പിൽ 2 പോപ്പന്മാരുണ്ടായിരുന്ന പറഞ്ഞു. അവർ തമ്മിൽ ഒരു കോൺടെസ്റ്റ് പോലെയായിരുന്നു. അതിൽ അവസാനം ഇവർ വോട്ട് എടുത്തിട്ട് മറ്റേ പോപ്പിനെ തീരുമാനിച്ചു. ഇവിടെ വത്തിക്കാൻ സിറ്റിയിൽ പോപ്പിനെ തീരുമാനിച്ചില്ല. അതിനുശേഷം ഇവിടെ പോപ്പൊന്നും രീതിയിലല്ല അറിയപ്പെടുന്നത്. ഒരു പഴയൊരു ആർട്ട് സിറ്റി എന്നുള്ള രീതിയിലാണ്. ഇവിടെ ആർട്ടിസ്റ്റുകൾ അവർക്കെല്ലാം വേണ്ടി കൊല്ലന്തോറും ഒരു ഫെസ്റ്റ് ഉണ്ടാവും ഇവിടെ, ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ. അപ്പോൾ സമ്മറിലാണ് ഇവിടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ആഘോഷമായിരിക്കും, ഭയങ്കര സെലിബ്രേഷനാണ്. ആകെ ഇവിടെ ഒരു കളർ എന്ന് വെച്ചാൽ ഗ്രേ കളറാണ്. അത് മാത്രമല്ല ഇവിടെ തണുത്തൊരു കാറ്റ് വീശും, മിസ്ത്രാൽ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പുറത്തൊന്നും ഇറങ്ങാനെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും, കുറവാണ്. അപ്പോൾ ഈ ഒരു സമയം എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, പുറത്തു പോവും, ഭയങ്കര ആഘോഷമായിരിക്കും. കളർഫുൾ ഡ്രസ്സൊക്കെ ഇടാനും അതൊക്കെ ഈ ഒരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പുറത്തിറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫെസ്റ്റും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ട് അല്ലേ. അങ്ങനെ ഈ റോഡും ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ നടന്നു വാളിലെത്തിയിട്ടുണ്ട്. ഞാൻ ആ പഴയൊരു വാള് പറഞ്ഞില്ല, ഈ വാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പറഞ്ഞ അവിഞ്ഞോൺ സിറ്റി എന്ന് പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഇതിൻ്റെ അകത്ത് പല തിയേറ്ററുകളുണ്ട്, പഴയ ബിൽഡിങ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പോപ്പിൻ്റെ പഴയ പള്ളിയുണ്ട്. അതൊക്കെയാണ് നിങ്ങളെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കാണാം. പൊതുവെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് തിരക്കേറിയ ഒരു സമയമായിരിക്കും. പിന്നെ നിങ്ങൾ കണ്ടു കാണും, ഈ ബിൽഡിങ്സ് എല്ലാം പഴയൊരു ടൈപ്പ് ബിൽഡിങ്ങാണ്, വളരെ ചേർത്ത് അടുത്തടുത്തേക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഓരോ ബിൽഡിങ്ങിനും പഴയ ടൈപ്പിലുള്ള ഡോറുകളും അതിൻ്റെ അടുത്ത് ഓരോ ലെറ്റർ ബോക്സുകളുണ്ടാവും, ഒരു ബിൽഡിങ്ങിൻ്റെ പേരുണ്ടാവും, ജനാലകൾ കാണാം. ജസ്റ്റ് ഒരു ജനാല മാത്രമാണ്, ഇടയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ AC ഡെക്സൊന്നും പുറത്ത് കാണില്ല, എല്ലാം ഇവർ കാണാത്ത രീതിയിൽ വെച്ചിട്ട്. കാരണം ഇവർക്ക് റൂളുണ്ട്, ഇങ്ങനെ പുറത്ത് കാണിക്കരുത് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു പഴയൊരു ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെ ചെയ്യുന്നത്. തിയേറ്ററിന് വേണ്ടി ഇനി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ എന്താ കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പം നമ്മളിങ്ങനെ തിയേറ്ററുകളുടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തി തുടങ്ങി. ഇനിയിപ്പോൾ കുറേ പോസ്റ്ററുകളൊക്കെ കാണാൻ പറ്റുന്നു. ഇഷ്ടംപോലെ പോസ്റ്റർ ഉണ്ട് അവിടെ കൊട്ടിച്ചിട്ട്. പോസ്റ്റർ കുറേ ആൾക്കാരും പോസ്റ്ററുകളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അതിൽ കൂടെ പഴയൊരു കോട്ടയാണിത്. ഈ സമയത്ത് റെസ്റ്റോറൻറ്റ് എടുക്കണം കുറേ ചിലവല്ല, കുറേ ആൾക്കാരൊക്കെ പോകും, വെയിൽ കൊണ്ട് ബിയറും കുടിച്ചോണ്ട് വൈനൊക്കെ കുടിച്ച് ആസ്വദിക്കും. വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. ഓരോ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികൾ, നല്ല ആർട്ടിസ്റ്റിക് ആയിരിക്കും കാണാൻ ഉള്ളിൽ. ആ ഒരു ഇന്റീരിയറൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇതിന് പഴയാണെങ്കിലും ഉള്ളിൽ നല്ല സൗണ്ട് പ്രൂഫിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൗകര്യങ്ങളും സൗണ്ട് പ്രൂഫിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ വയറുകളൊന്നും പൊതുവെ പുറത്ത് കാണരുത്. ഈ വൈഫൈയുടെ ഇന്റർനെറ്റിന്റെ വയറുകളൊന്നും പൊതുവെ പുറത്ത് കാണരുത്. അപ്പോൾ ഇന്ന് ഇവിടെ എന്താ പ്രത്യേകിച്ച്, ഇന്ന് ഫ്രഞ്ച് എലക്ഷൻസ് ആണ്. അതെ, ഇവിടുത്തെ എലക്ഷൻ ആണ്. പിന്നെ ഇവിടെ എന്താ കാണാൻ വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഓരോ കടകളുടെയും നെയിം ബോർഡ്സ് ഒക്കെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഫ്ലെക്സ് ബോർഡൊന്നും വെക്കാതെ തന്നെ അവർ നല്ല മനോഹരമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് കടകളുടെ പേരുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട്, പക്ഷേ കാണാൻ ഭംഗിയുണ്ട്. ആൾക്കാരെ ഇഷ്ടംപോലെ തിരക്ക് വരാൻ തുടങ്ങി, നമ്മൾ സെൻറ്ററിലടുത്തേക്ക് എത്താൻ തുടങ്ങി. അതുപോലെ തിരക്കും കൂടി വരുന്ന നമ്മുടെ നാട്ടിലെ പോലെ തുള്ളികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതാ നാൻ ഹട്ട്, നമ്മുടെ ഇന്ത്യയിൽ ഐസ്ക്രീമുള്ളായിരിക്കും.
ഉണ്ട്. അപ്പോൾ മെയിൻ സ്ട്രീറ്റിൽ കുറേ എന്തെങ്കിലും പരിപാടികളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. ഡാൻസ്, അതുപോലെ പാട്ട്, അങ്ങനെ പല പല പെർഫോമൻസ് ഒക്കെ ഇവിടെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ ആൾക്കാർ, പാർക്ക് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ടൂറിസം ഓഫീസാണ്. ഇവിടെ പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവിടെ പോയാലും അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് എന്നല്ലോ. ഇതാ ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ഇതാണ്. ഇവിടെയാണ് ഈ സ്ട്രീറ്റിന്റെ പേരെന്താ? ഇത് റിപ്പബ്ലിക് സ്ട്രീറ്റ് എന്ന് പറയും. ഈ ചെടികളൊന്നും ഇവിടെ സാധാരണ ഇല്ലാത്തതാണ്. ഇത് പരിപാടി ചെയ്യുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവച്ചാണ്. ട്രാഫിക്കെല്ലാം ബ്ലോക്ക്ഡാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുവരാൻ നമുക്ക് പറ്റൂല. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. സൈക്കിളിലൊക്കെ വരാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതുപോലെ ട്രോട്ടിൻ വെച്ച് ആ കാണുന്നത് മ്യൂസിയമാണ്. ഇവിടുത്തെ പഴയ മ്യൂസിയമാണ്. ഇതിനകത്ത് പണ്ട് നമ്മൾ പ്രാവശ്യം പോയപ്പോൾ ഇതിനകത്ത് പണ്ട് കുറേ മമ്മിയും. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളും കൂടി കാണിക്കുന്നതാണ്. അതിനകത്ത് മമ്മി, പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ശേഷം. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു ലക്ഷ്മി വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ലക്ഷ്മി വിഗ്രഹമല്ല, ഒരു പാർവതി വിഗ്രഹം. പാർവതി അതടിച്ചുകൊണ്ട് വന്നായിരിക്കും, എന്നാലും ഉണ്ടായിരുന്നു അവിടെ. ഇവരിവിടെ ഉണ്ടാക്കുന്ന ഓരോ പോസ്റ്ററുകളും ഓരോ എഴുത്തുകളൊക്കെ നല്ല രസമാണ് കാണാൻ കേട്ടോ. വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് മെനക്കെട്ട് ഉണ്ടാക്കുന്നൊരു സംഭവങ്ങൾ തന്നെയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ചുമ്മാ ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല. ഇന്ന് ഇലക്ഷനാണ് ഇവിടെ, എന്നാലും ആൾക്കാർ പുറത്തുണ്ട് കുറേ. ഇനി നിങ്ങൾക്ക് വേറെ കാഴ്ചകൾ കാണിച്ചു തരാം. കൂടുതലും ഇവരെ ഭാഷയിൽ തന്നെ ആയിരിക്കും ഇവിടെ, ഫ്രഞ്ച് ഭാഷയിലേക്ക് ഡ്രാമയൊക്കെ. നമുക്കധികം മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ പോവാത്തത്. കുറേ വൈൻ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റ്, കാരിഫോർ സൂപ്പർ മാർക്കറ്റ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഈവൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോയി കാണിച്ചു. പൊതുവെ ഈ ഒരു സൈഡിലൊക്കെ കുറേ ഇവൻറ്റ്സ് ഒക്കെ വേണ്ടതാണ്. പക്ഷേ ഇന്ന് മേ ബി ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ ഐസ്ക്രീം കട, കുറേ ആൾക്കാരൊക്കെ എന്തൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. എന്തോ പരിപാടിന്റെ ബോർഡ് വെച്ചിട്ട് പോകുന്നതാ. ഈ അമൂലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയൊരു ആർക്കിടെക്ചർ ഇങ്ങനെ കാണാൻ പറ്റും. വീടാണ് പഴയ ഇവിടുത്തെ. ഈ പണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രീസ്റ്റ്, കിങ്, പല ക്ലാസ്സുകളുണ്ടായിരുന്നു. ക്ലാസ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് വലിയ വലിയ ആൾക്കാരുടെ വീടുകളായിരുന്നിരിക്കാം ഇത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആയിരുന്നിരിക്കാം. ഒരു റോമൻ ആർക്കിടെക്ചറാണ്. കാരണം ഇവിടെ റോമൻ ആയിരുന്നു ആദ്യം, പിന്നെ ഇവിടെ ക്രിസ്ത്യാനിറ്റി വന്നതായതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ പഴയ രീതിയിലുള്ള ബിൽഡിങ്സ് ഇവിടെ കാണാൻ പറ്റും. ഇത് പാലസ് പോപ്പിലോട്ടുള്ള വഴിയാണ്. പാലസ് പോപ്പ് പറഞ്ഞാൽ അവിടെ പോപ്പിൻ്റെ പാലസ് എന്നർത്ഥം. ഇവിടുത്തെ ഒരു മഹത് വ്യക്തിയാണ് നിസ്ത്ര എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പോയി മെയിൻ സ്ട്രീറ്റാണ്. ഇവിടെ ഈ ഒരു പോയിന്റ് നിന്നാണ് പല സ്ട്രീറ്റുകളിലോട്ടുള്ള വഴി തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റാണ്.
വീട്ടിലെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് വെയിലും കൊണ്ട് ആസ്വദിക്കുകയാണ്. ഇതിവിടുത്തെ ഒരു മെയിൻ തിയേറ്ററാണ്. കാരിക്കേച്ചറുകൾ നിങ്ങൾക്ക് കാണാം, പെയിൻറ്റുകൾ കാണാം. ഇത് തിയേറ്ററല്ല, ഇത് ഹോട്ടലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ അതിനുള്ള എക്സ്പോസിഷൻ നടക്കുന്നുണ്ടാവും. പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഏത് മെയിൻ ഇതിങ്ങനെ കുട്ടികൾക്കെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട്, മുതിർന്നവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ, കുട്ടികൾക്ക് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യും. കുട്ടികളെ അവിടെ പെടുത്തിയിരിക്കുകയാണ്. ഈ അവതാറിൻ്റെ ഒക്കെ നാടകമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള താമസത്തെ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം കാണാം. അവിടെ ആ പള്ളിക്ക് മുകളിൽ മാതാവിൻ്റെ ആണെന്നൊരു പ്രതിമയുണ്ട്. അത് ഈ അവിഞ്ഞോണിൽ ഏതാ സൈഡ് നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അത്രയും ഉയരത്തിലാണുള്ളത്. ഇതിന്റെ കുറച്ച് മുകളിൽ നമുക്ക് കുറച്ച് നടന്നു പോയി കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിപ്പോയി നമുക്ക് അവിടെ നല്ലൊരു മനോഹരമായ ഒരു പാർക്കും ഉണ്ട്. ആ പാർക്കിൽ വെള്ളത്തിൽ അരയണ്ണവും അല്ലേ. നമ്മൾ ഇന്ന് അവിടെ പോകുമെന്ന് അറിയില്ല, പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടും. നമുക്ക് ടിക്കറ്റ് എടുക്കണം. 15-20 യൂറോ കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ, ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ. അതിന് ചുറ്റും തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വെയിൽ കൊള്ളാൻ വേണ്ടി ഈ ഒരു പുറത്തായിരിക്കും റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെ.